കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയുടെ വാഹനം തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. സമരക്കാർ അസഭ്യം പറഞ്ഞു എന്നാരോപിച്ച് ഷാഫി പറമ്പിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമായി. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അവഗണിച്ച് ഷാഫി പറമ്പിൽ നഗരത്തിലൂടെ നടന്നതോടെ യുഡിഎഫ് പ്രവർത്തകർ പിന്തുണയുമായി എത്തി. ഷാഫിയെ തടഞ്ഞത് തീകൊണ്ടുള്ള തലചൊറിയലാണെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ ഷാഫി പറമ്പിൽ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വടകര ടൗൺ ഹാളിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തേക്ക് വരുമ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫി പറമ്പിലിന്റെ വാഹനം തടഞ്ഞത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഭ്യം പറഞ്ഞുവെന്നാരോപിച്ച് ഷാഫി പറമ്പിൽ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി. പിന്നെ എംപിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. ഇരു കൂട്ടരെയും പിൻവലിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും പിന്മാറാൻ തയ്യാറായില്ല. അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടു പോകുന്ന ഒരാൾ സമരക്കാരെ അവഗണിച്ച് ഷാഫി പറമ്പിൽ കുറച്ചു ദൂരം നടന്നതോടെ യുഡിഎഫ് പ്രവർത്തകരും ഒപ്പം കൂടി. നായവട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടിട്ട് പോകാൻ അവരെ പേടിച്ചു പോകാൻ ഒരാളെ നോക്കാൻ പറയണേ കേട്ടോ. ഒരാളും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നു. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ ഒരാൾക്കും പരിക്ക് പറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം. ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിയിൽ നിന്ന് ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ കാണും. ഷാഫിയെ തടഞ്ഞതിനെതിരെ കെപിസിസി പ്രസിഡന്റും കോഴിക്കോട് ഡിസിസിയും രംഗത്തെത്തി. ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവാണ്, പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ അവഹേളിക്കാൻ തടയാൻ CPM ശ്രമിച്ചത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിച്ചിലാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ കോൺഗ്രസ് പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് പോലീസിന്റെയും കൂടി പിന്തുണയോടുകൂടിയാണ് ഈ സമരാഭാസം നടന്നിരിക്കുന്നത്. ഇതേറെ പ്രതിഷേധകരമാണ്. ഇത് കോൺഗ്രസിനും UDFനും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റിയ ഒന്നല്ല. ഷാഫി ഷോ കാണിച്ച് പ്രകോപനപരമായി പെരുമാറിയതാണ് വാക്കേറ്റത്തിനിടയാക്കിയതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പ്രതികരിച്ചു. ഒരു KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ, അതിൻ്റെ ഒരു മാന്യത കാണിക്കണ്ടേ? ഇറങ്ങി അങ്ങ് നിന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ തലയിട്ടൊക്കെ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തതുപോലെയുള്ള ഒരു വല്ലാത്ത ഷോ അല്ലേ കാണിച്ചത്? അങ്ങനെ ഷോ കാണിക്കേണ്ട ആവശ്യം എന്താ? എന്നാൽ വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ഷാഫിയെ തടഞ്ഞാൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.